GPTcoin എന്താണ് സംഭവിച്ചത്? ഫിൻടോച്ചിന്റെ അനിയാണെന്ന് പലരും പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ സത്യമായോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, GPTcoin ഇപ്പോൾ മുൾമുനയിലാണ്. GPTcoinലുള്ള നിക്ഷേപകർ ഒരുപാട് ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരൊക്കെ മുൾമുനയിലാണ്. കാരണം GPTcoin ഇപ്പോൾ വിഡ്രോവൽ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, GPTcoin നമ്മുടെ ഡിപ്പോസിറ്റ് അവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 0.1% ആണ് നമുക്ക് ഡെയിലി നമ്മുടെ ക്യാപിറ്റൽ വിട്ട് തരുന്നത്. അവരുടെ വിഡ്രോവൽ എന്ന് പറയുന്നത് 0.1 GPTC ആണ്. 0.1 GPTC ആവണമെങ്കിൽ നമ്മുടെ ഡിപ്പോസിറ്റ് അവർ വിട്ടുതരുന്ന കണക്ക് നോക്കിയാൽ 0.1% കണക്ക് നോക്കിയാൽ ഒരുപാട് ചിലപ്പോൾ ഒരു വർഷം എടുത്തേക്കാം. അതിനപ്പുറം പറയുന്ന കാര്യമുണ്ട്. അവർ നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ആരെങ്കിലും കൊണ്ടുവന്ന് ചാടിക്കണം. ഇതുപോലെ ആരെങ്കിലും ചാടിച്ചോണ്ട് വന്നാൽ നമുക്ക് 0.1 ഉള്ളത് 0.2 ആവും. പിന്നെ നമ്മൾ വീണ്ടും ഒരാളെ കൂടെ ചാടിച്ചാൽ 0.3 വേഗത്തിൽ നമുക്ക് കിട്ടും. അതായത് 3x വേഗത്തിൽ നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ വീണ്ടും ഒരാൾ ചാടിച്ചാൽ അങ്ങനെ 5 ആളുകളെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5x വേഗത്തിൽ നമ്മുടെ ക്യാപിറ്റൽ 5x വേഗത്തിൽ നമുക്ക് തിരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ 5 ആളെ കൂടെ നമ്മൾ ഇതിലേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5x വേഗത്തിൽ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ട് എത്രയായിട്ടുള്ളൂ? ജൂണിൽ തുടങ്ങിയാണ്. അത് കഴിഞ്ഞിപ്പോൾ 2 മാസം സംതിങ് ആയതേ ഉള്ളൂ. ആ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഇതുപോലെ ഒരു സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, സൈബർ അറ്റാക്ക് എന്നാണ് പറയുന്നത്, അങ്ങനെ ഒരു തെളിവുമില്ല. സൈബർ അറ്റാക്ക് ഇത് വെൽ പ്ലാൻഡ് ആണെന്ന് ഞാൻ പറയും. 100% അവരുടെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഈ 2 മാസം കഴിഞ്ഞിട്ട് വെൽ പ്ലാനിങ്ങിലൂടെ സൈബർ അറ്റാക്ക് എന്ന പേരിൽ ഓഗസ്റ്റ് 8-ാം തീയതി സൈബർ അറ്റാക്കിന്റെ പേരിൽ അവർ നമ്മുടെ ഇതൊക്കെ വിഡ്രോ ചെയ്യുന്നതൊക്കെ പലരുടെയും അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ മാറി വെച്ചിട്ട് അവർ പറഞ്ഞത് സൈബർ അറ്റാക്ക് മൂലമുണ്ടായതെന്ന് പറഞ്ഞു. അവർ അന്ന് നമ്മൾ ഓക്കെ, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അസറ്റൊക്കെ അവരുടെ കയ്യിലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കസ്റ്റമർ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. കസ്റ്റമർ സപ്പോർട്ട് പറഞ്ഞു വെയിറ്റ് പേഷ്യൻ്റ്ലി, എല്ലാം റെഡിയാകും. 15-ാം തീയതി വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്. നമ്മുടെ സൈബർ അറ്റാക്ക് വന്ന ആ തീയതി വളരെ, അതായത് നുഴഞ്ഞു കയറ്റക്കാർ ആഴത്തിലങ്ങ് നുഴഞ്ഞു കയറിയിട്ട് ഡാറ്റയൊക്കെ അങ്ങ് തകിടം മറിച്ചിരുന്നതും പറഞ്ഞു. അപ്പോൾ 22-ാം തീയതി വരെ കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി വരെ കാത്തിരുന്നപ്പോൾ 22-ാം തീയതി ഇവർ പറഞ്ഞെന്താണെന്നറിയോ? 22-ാം തീയതി ഇവർ പറയുകയാണ് വളരെ ആഴത്തിലായിരുന്ന സൈബർ അറ്റാക്ക്, ഓഗസ്റ്റ് 8-നുള്ള സൈബർ അറ്റാക്ക് വളരെ ആഴത്തിലുള്ളതായിരുന്നു. അത് ഫണ്ട് മുഴുവൻ അങ്ങ് പോയി. അതുവരെ അവർ പറഞ്ഞിരുന്നല്ലോ ഫണ്ട് മുഴുവൻ പോയിന്ന്. പിന്നെ ഇവിടെ ഓരോ ട്രിക്കുകളായിട്ട് വരികയാണ്. അവർ ഫണ്ട് മുഴുവൻ പോയി എന്ന് പറഞ്ഞു. ഫണ്ട് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇവിടെ നമ്മുടെ അസറ്റ് ഒന്നും കാണുന്നില്ല. പിന്നീട് നമ്മുടെ അസറ്റ് വന്നു നമ്മുടെ ടോക്കൺ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് നമ്മുടെ പഴയ GPTcoin 1.0 നമ്മൾ 2.0 ആക്കി മാറ്റുമ്പോൾ നമ്മുടെ അസറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് $500 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് $200 മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? $300 വിഡ്രോ ചെയ്തതാണ്. ആ വിഡ്രോ ചെയ്ത എമൗണ്ടും കൂടി കുറച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. $500 ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾ $300 വിഡ്രോ ചെയ്തയാൾക്ക് അത് അവരുടെ ബിസിനസിന്റെ പരമായിട്ട് ലാഭം കിട്ടിയതാണ് വിഡ്രോ ചെയ്തത്. ആ വിഡ്രോ ചെയ്ത് മനസ്സിലാക്കി $500 അസറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ $200 ഇവിടെ കാണിക്കുന്നത്. അയാൾക്ക് $300 പോയി, സമയം പോയി, ഒരുപാട് സമയം പോയി. ഇവരുടെ ട്രിക്ക്, സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന വെൽ പ്ലാൻഡ് ആയിരുന്നു. വെൽ പ്ലാൻഡിൽ ഇത്രയും ഇതാക്കിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവർ 1 by 1 ആയിട്ട് പറയുകയാണ്. ആപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 28-ാം തീയതി ആപ്പ് വന്നിട്ടുണ്ട്. പാൻകേക്ക് സ്നാപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 31-ാം തീയതി പാൻകേക്ക് സ്നാപ്പിൽ ലിസ്റ്റിങ്ങിൽ അവർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പാൻകേക്ക് സ്നാപ്പ് ലിസ്റ്റിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി 16-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ഇത് പ്ലേ സ്റ്റോറിൽ ആപ്പ് വരും. അതിനുശേഷം ടോക്കൺ ഉണ്ട്, ഇവരുടെ ടോക്കൺ. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് ആപ്പ് സ്റ്റോറിൽ കൂടെ വരുമെന്നാണ് പറയുന്നത്. ആപ്പ് സ്റ്റോറിലൊക്കെ വരുമായിരിക്കും, ഇതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ പണ്ട് ഫിൻടോ ചെയ്ത മാതിരി നമ്മുടെ പണം, നമ്മുടെ അധ്വാനത്തിലുണ്ടാക്കിയ പണം ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർ തീരുമാനിക്കുന്നത് പോലെ 0.1 അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. നമ്മൾ ആരെയും റെഫർ ചെയ്യാണ്ട് നമ്മൾ ഇത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 3 കൊല്ലം പിടിക്കാം ഈ പൈസ കിട്ടണമെങ്കിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ ആക്കി വെച്ചിട്ടുള്ളത്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി ഡെപ്പോസിറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇതിങ്ങനെയാണ്. ഇപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ചിലപ്പോൾ ഇതെങ്ങനെയാണ് വിഡ്രോവൽ അഡ്രസ്സ് പോലും ഇപ്പോൾ നമുക്കില്ല. കറക്റ്റായിട്ട് ഇവർ വിഡ്രോവൽ അഡ്രസ്സ് പോലും ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കില്ല. എങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ വിഡ്രോവലൊക്കെ അഡ്രസ്സൊക്കെ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്താൽ ചിലപ്പോൾ 2 മാസത്തിനുള്ളിൽ ഇത് പ്ലാനൊക്കെ ഉണ്ട്. പഴയ പ്ലാനൊക്കെ ഇവിടെ അവർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് 2 മാസത്തിന് മുമ്പേ അവർ പ്ലാൻ മാറ്റിക്കഴിഞ്ഞാൽ ആ ഇട്ട പൈസയും മുമ്പത്തെ പൈസയും ഇപ്പോൾ രണ്ടാമത് ഇടുന്ന പൈസയും കൂടെ അപകടത്തിലാകും എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഇടണോ ഇടണ്ടേ ഉള്ളൂ. കാരണം ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം 1.2%, 1.5% ഇപ്പോഴുണ്ട്. സംഭവം നമ്മുടെ ഹോൾഡ് പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളൂ, പഴയതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളൂ. പുതിയതായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. 1.2% നമുക്ക് കിട്ടുന്നുണ്ട് 60 ഡേയ്സിൻ്റെ ലോക്ക് പ്ലാനിൽ. 7 ഡേയ്സിൻ്റെ ലോക്ക് പ്ലാനെങ്കിൽ 1%, 1.1% കിട്ടുന്നുണ്ട് കോമ്പൗണ്ടും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ പൈസ വീണ്ടും റിക്കവർ ചെയ്തെടുക്കണമെന്ന് ഒരാൾ തീരുമാനിക്കും. ഒരാൾ പറയുകയാണ് അവർ ചിലപ്പോൾ ഇട്ടിട്ട് ഇതാക്കാം. പക്ഷേ വിശ്വസിക്കാൻ പറ്റുമോ? ചിലപ്പോൾ 2 മാസം കഴിയുന്നതിന് മുമ്പേ ഇവർ വീണ്ടും പ്ലാൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇട്ട പൈസയും കൂടെ അപകടത്തിലാവും. അതുകൊണ്ട് ഞാൻ പറയുകയാണ് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. കാരണം സ്കാം ആയതാണ്, ഓൾറെഡി ഇത് സ്കാം ആയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഉള്ള പൈസ എങ്ങനെയെങ്കിലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ, GPTcoin എന്ന് പറയുന്ന സംഭവം ജീവനോടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് GPTയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.